ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയോട് വരാനായിട്ട് പറയണം, നീ ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോവണ്ട, എൻ്റെ ഒപ്പം ഷോറൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ തടസ്സം വയ്ക്കുകയാണ്. ഇല്ല, ഞാൻ ഏതായാലും ബ്യൂട്ടി പാർലറിലേക്ക് പോവുള്ളൂ, എനിക്ക് വർക്കുണ്ട്, ഞാൻ ആ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയാണ്. ഓ ശ്രുതി, ഒരു ദിവസത്തെ വർക്ക് പോയെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? എനിക്കിനി കോടികളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് കോടീശ്വരനായ ഒരു ഭർത്താവിൻ്റെ ഭാര്യ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ജോലി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതൊക്കെ വെറും നാണക്കേടാണ് ശ്രുതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് എൻ്റെതായ ജോലിയുണ്ട്, ഞാൻ ഇഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണ് ബ്യൂട്ടി പാർലർ ജോലി. അതെനിക്ക് ഇഷ്ടത്തോടെ ചെയ്യണം. ആ ജോലി എന്തൊരു കാരണവശാലും ഞാൻ ഒഴിവാക്കുന്ന പ്രശ്നമില്ല, ഞാനത് ഒഴിവാക്കിയില്ല. ശ്രുതി എന്നെ തടസ്സം വെക്കാൻ നിൽക്കണ്ട, ശ്രുതി പോകാൻ നോക്ക്. ശ്രുതി, ഞാൻ പറയുന്നത് കേൾക്കില്ലേ? എൻ്റെ വേദനകൾ നീ എന്താ മനസ്സിലാക്കാത്തത്? എന്നെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് ആ ഷോറൂമിൽ നിൽക്കുകയല്ലേ നീ വേണ്ടത്. അതുകൊണ്ട് നീ ഷോറൂമിൽ വന്ന് നിൽക്ക്. ശ്രുതിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല, എനിക്ക് പാർലറിൽ പോകണം, എനിക്ക് അവിടെ ജോലിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യമായി പറയുന്നു. ശ്രുതി പോകാൻ നോക്ക്, ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ് ഇവിടെ ശ്രുതി. അപ്പോൾ വാശി പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുക. അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രുതി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് വെറുപ്പാണോ നിനക്ക്? എന്തിനാ നിനക്ക് എന്നോട് ദേഷ്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക്, ദേഷ്യമോ? എന്ത് ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. അല്ല, നിന്റെ ആ സ്വഭാവ രീതിയും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചാണ്, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന്. എൻ്റെ പൊന്നു ശ്രുതി, എനിക്ക് ശ്രുതിയോട് ഒരു ദേഷ്യമില്ല. ദേഷ്യം വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതിന് മാത്രം ഇവിടെ ഒന്നും നടന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഓ, സമാധാനമായി. അപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ ശരി, നീ ബ്യൂട്ടി പാർലറിൽ പോയിക്കോ, ഷോറൂമിലേക്ക് അത് കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി. ആ ശരി, ഐ ലവ് യു ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട്, ശരി, ഓക്കെ, ബായ്, ബായ് എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ ശ്രുതിയാണെങ്കിൽ വാട്ടൻ അവൻ ഐ ലവ് യു കൊണ്ട് വന്നിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനാണല്ലോ, ആക്കിയിട്ടിരിക്കുന്ന വീഡിയോ എങ്ങനെയെങ്കിലും ആൻ്റണിയുടെ കയ്യിൽ എത്തിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് പെട്ടെന്ന് എത്തിയല്ലോ, കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ സാധനമൊന്നും കൊണ്ടുവന്നില്ലേ, തെളിവുകളൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും തെളിവുകളെല്ലാം തരാം. അപ്പം തെളിവ് കയ്യിലുണ്ട്, വെറുതെ അല്ല. പതിവില്ലാത്ത മുഖത്തൊരു സന്തോഷം കാണുന്നത് അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ, തെളിവെൻ്റെ കയ്യിലുണ്ട്. സച്ചിയുടെ ഫോൺ തന്നെയാണ് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആണോ? എങ്കിലേ അതിങ്ങോട്ട് താ. ഒരു കാര്യം ചെയ്താൽ മതി ശ്രുതിയെ ആ വീഡിയോസ് എൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്ത് കിട്ടിയപ്പോഴേക്കും, ഇല്ലല്ലോ, ഞാൻ സെൻഡ് ചെയ്യില്ലെന്നോ? അതെന്താ? തെളിവായിട്ട് വന്ന് എനിക്ക് ആ വീഡിയോ തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ പോയത്. പിന്നെന്താ വീഡിയോ സെൻഡ് ചെയ്യില്ലെന്ന് പറയുന്നത്? സെൻഡ് ചെയ്യില്ല, സെൻഡ് ചെയ്യും. എപ്പോഴാണെന്നറിയാവോ? ആ നവീൻ ദാസിനെ പിടിക്കാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞില്ലായിരുന്നോ? താൻ ആദ്യമായാലും നവീൻ ദാസിനെ പിടിക്ക്, അതിന് ശേഷം മതി ഈ വീഡിയോ ആൻ്റണിയുടെ ഫോണിലേക്ക് സെൻഡ് ആവുന്നത്. ശ്രുതി, എന്താ ശ്രുതിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ നവീൻ ദാസിനെയൊക്കെ പിടിച്ചു തരാന്നേ. ഇല്ല, എനിക്ക് ആൻ്റണിക്ക് ഒട്ടും വിശ്വാസമില്ല. കാരണം അന്ന് നവീൻ ദാസിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാനുള്ള കാരണം ആരാണ്? അത് സച്ചിയല്ലേ? സച്ചി കാരണമല്ലേ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത്? താൻ കാരണമല്ലല്ലോ. എന്നിട്ട് എന്നോട് കള്ളം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ആൻ്റണി, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. ആദ്യം നവീൻ ദാസിനെ പിടിച്ചുകൊണ്ട് വാ എന്നൊക്കെ ഇടുമ്പോഴേക്കും, അതെ, നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയെ, പിന്നെ രേവതിക്കും ബാക്കിയുള്ളവരെല്ലാവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? എനിക്ക് ആരുടെയും കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ലൈഫാണ് മുഖ്യം. എൻ്റെ ലൈഫിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതിൻ്റെ ഒരു കാര്യമില്ല എന്ന് ശ്രുതി പറയുക. അപ്പോൾ ശ്രുതി ശരിക്കും ഒരു തകരികിടയാണെന്ന് ഇവിടെ ആൻ്റണിക്ക് മനസ്സിലായി. അപ്പോൾ ശ്രുതി എൻ്റെ കയ്യിലേക്ക് ആ ഫോൺ തരില്ലെന്നർത്ഥം. അതേ ആൻ്റണി, ഞാൻ തരില്ല. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെക്കാലം തരികിടയാണല്ലേ നിങ്ങൾ. മനസ്സിലായ കാര്യങ്ങളൊക്കെ. ശരി, എങ്കിൽ പിന്നെ നവീൻ ദാസിനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് മതി എനിക്ക് ആ വീഡിയോസ് ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തരാനായിട്ട്. എടാ, ആ നവീൻ ദാസില്ലേ, അവൻ എവിടെയാണെങ്കിലും ഇന്ന് തന്നെ പൊക്കിക്കൊണ്ട് വരണം. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ ആൻ്റണി ചേട്ടാ, ഞങ്ങൾ ഇപ്പം തന്നെ കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവരെ ഇപ്പം തന്നെ കൊണ്ടുവരും, നിങ്ങൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തോന്നേ
എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് കിട്ടേണ്ടത് ആ വീഡിയോസ് മാത്രമാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശവും എൻ്റെ മനസ്സിലില്ല എന്ന് ആന്റണി പറയാം. ഈ സമയം തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ മുന്നിൽ, ആ പാട്ട് നടന്ന കെട്ടിടത്തിൻ്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈച്ച ഇറങ്ങി വരികയാണ്. സച്ചി, ഞാൻ അവിടെ മുഴുവനും തപ്പി, അവിടെ എങ്ങും കാണാനില്ല സച്ചി. ദൈവമേ, അപ്പോൾ എൻ്റെ ഫോൺ ഇത് എവിടെ പോയോ ആവോ? എടാ സച്ചി, അത് പോണെങ്കിൽ പോട്ടെ, നമുക്കൊരു ഫോണ് ലോണിട്ടാണെങ്കിലും മേടിക്കാമല്ലോ. പിന്നെന്താ കാര്യം, നമുക്ക് ലോണിട്ട് ഒരു ഫോൺ മേടിക്കുക. എടാ, ലോണിട്ട് ഫോൺ മേടിക്കണതല്ലടാ പ്രശ്നം. എടാ, ആ ഫോണിൽ പല കാര്യങ്ങളുണ്ട്. അന്ന് രേവതിയുടെ അനിയൻ അമ്മയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത ആ വീഡിയോ ഇല്ലേ, ആ CCTV വീഡിയോ, അതെൻ്റെ ഫോണിലാടാ ഉള്ളത്, ആ ഫോണിനകത്താണ് ഉള്ളത്. അതെങ്ങാനും പുറത്ത് പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും, വലിയ സംഭവങ്ങളെല്ലാം അവിടെ നടക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഫോൺ കിട്ടിയേ മതിയാവുള്ളടാ. അപ്പോൾ ഈച്ച, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ഇത് പരാതി കൊടുത്താലോ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താലോ? എടാ, പരാതി കൊടുത്താൽ ശരിയാവോ? അവർ ഫോൺ കണ്ടുപിടിച്ച് തരുമോ? ഉറപ്പായിട്ടും നമ്മൾ പരാതി കൊടുത്താൽ മതി, ഫോൺ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് തരുമെന്നേ. നമുക്ക് ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം. എനിക്ക് ആ ഫോൺ കിട്ടിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഞാൻ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ശരി, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും ഈച്ചയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. നേരെ എസ്ഐയുടെ മുന്നിലേക്കാണ് കയറി ചെന്നത്. സാർ, എനിക്കൊരു പരാതിയുണ്ട്. ഓഹോ, പരാതിയുണ്ടോ? എന്താണാവോ പരാതി? സാർ, എൻ്റെ ഫോൺ കാണാനില്ല സാർ, അതെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം സാർ. ഫോൺ കാണാനില്ലേ? താൻ എവിടെയൊക്കെ പോയായിരുന്നു? സാർ, ഞാൻ പാർട്ടി സ്ഥലത്ത് പോയായിരുന്നു. പാർട്ടി സ്ഥലത്തൊക്കെ ഞാനിപ്പോൾ പോയി നോക്കിയതേ ഉള്ളൂ, അവിടെ എങ്ങും ഫോണില്ല സാർ. പിന്നെ താൻ പിന്നെ വേറെ എവിടെ പോയത്? വേറെ എങ്ങും പോയില്ല സാർ, ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയത്. വീട് മുഴുവനും തപ്പി, ആ ഫോൺ കാണാനില്ല. അല്ല, എത്രയുടെ ഫോണാണോ പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു 10,000 രൂപ വില മതിക്കുന്ന ഫോണാണ് സാർ. ഓ, 10,000 രൂപ. എടാ, തൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ 1,00,000 രൂപയുടെ ഫോണാണ് കാണാതെ പോയെന്ന് വിചാരിക്കുമല്ലോ. ഇത് കേട്ട ഈച്ചയാണെങ്കിൽ, സാറേ, 1,00,000 രൂപയുടെ ഫോണാണ് അവന് കാണാതെ പോയെങ്കിലേ ഇവൻ ബോധം കിട്ട് അവിടെ കിടന്നാനായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. എടോ, ചുമ്മാ മനുഷ്യന് ശല്യപ്പെടുത്താതെ ഇറങ്ങി പോടോ. താൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പുറത്തൊരാളിരിക്കുന്നത് കണ്ടായിരുന്നോ? ആരാ സാർ? അവിടെ ആ ചെയറിൽ ഒരാൾ നമ്മുടെ ഷർട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ആ സാർ, കണ്ടു സാർ. അയാളുടെ പരാതി എന്താണെന്നറിയാവോ? അയാളുടെ ഭാര്യയെ കാണാനില്ല എന്ന്. എടോ, അയാളുടെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടിയാണ് അയാൾ അവിടെ ഇരുന്നത്. അയാൾക്ക് പോലും ഇല്ലാത്ത ടെൻഷനാണല്ലോടോ 10,000 രൂപ 10,000 രൂപയുടെ ഫോൺ കാണാതെ പോയ തനിക്ക്. സാറേ, അയാളുടെ ഭാര്യയുടെ കാണാതെ പോയാൽ അയാൾക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ എനിക്കെന്താ സാറേ? എനിക്ക് എൻ്റെ ഫോൺ വലുതാണ് സാർ, എനിക്ക് എൻ്റെ ഫോൺ കണ്ടെത്തണം. അതിന് വേണ്ടിയാണ് സാറിൻ്റെ മുന്നിൽ ഞാൻ പരാതി തരാൻ വന്നത്. എടോ, ഏതാടോ മോഡല് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോഡലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സാർ, അതിലൊരുപാട് എവിഡൻസ് ഒക്കെ ഉണ്ട് സാർ. എനിക്ക് എൻ്റെ ജീവിത പ്രശ്നമാണ് സാർ ആ ഫോണ്, അതുകൊണ്ട് ആ ഫോൺ എനിക്ക് കണ്ടുപിടിച്ച് തരണം സാർ എന്ന് പറയുകയാണ്. ശരി, താനൊരു പരാതി എഴുതി കൊടുക്ക്. സാർ, പരാതി എഴുതി കൊടുത്താൽ ഉടനെ തന്നെ ഫോൺ കിട്ടുമല്ലേ സാർ? പിന്നെ പരാതി എഴുതി കൊടുക്കേണ്ട താമസം. ഞാൻ ഫോൺ എടുത്ത് എൻ്റെ കൈ തരാം, എൻ്റെ പോക്കറ്റിലാണല്ലോ കിടക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കടോ. താൻ ആ പരാതി എഴുതി കൊടുക്ക്. സാർ, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് തന്നെ ആടോ തരാടോ, താൻ ചെല്ലടോ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ പുറത്തേക്ക് പറയണം. അപ്പം ഈ SI ആണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കണം, അയ്യോ, അവനൊരു ഫോൺ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് ഏൽപ്പിച്ച് കൊടുക്കണമെന്ന്. പിന്നെ ഇവിടെ മനുഷ്യന് വേറെ പണിയുണ്ട്, 10,000 രൂപയുടെ ഫോൺ നോക്കി അടക്കലല്ലേ എൻ്റെ ജോലി എന്നൊക്കെ ഈ പോലീസുകാർ ഇങ്ങനെ ചിന്തിക്കണം. അങ്ങനെ സച്ചിയും ഈച്ചയും കൂടി പരാതി എഴുതി കൊടുക്കുക. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും മീരയൊക്കെ ഇരുന്ന് ഭയങ്കര മുഷിഞ്ഞു. അപ്പം മീര എടുത്ത് പോയി ചോദിക്കുകയാണ്, എവിടെ നവീൻ ദാസിനെ ഇപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞു പോയ നിങ്ങളുടെ ആൾക്കാരെ എവിടെ? കൊണ്ടുവന്നില്ലല്ലോ, എന്താ അവർ മുങ്ങിയോ? ദേ, മര്യാദയ്ക്ക് സംസാരിച്ചോളാം. കൊണ്ടുവരാൻ പോയിരിക്കുന്ന പട്ടിനെയും പൂച്ചനെയൊന്നും അല്ല, ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുവരാനാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവരേണ്ട കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും. എൻ്റെ ആൾക്കാരങ്ങനെ മുങ്ങുന്ന ടൈപ്പ് അല്ല എന്നൊക്കെ പറഞ്ഞ് തീരേണ്ട താമസം ദാ വരുന്നു. നവീൻദാസിനെ കൊണ്ടാ ഗുണ്ടകൾ. നവീൻദാസ് ഭയങ്കര ഒച്ചത്തിലാണ്, എന്നെ വിടറാ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തില. അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ മീരയും അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അപ്പോൾ മീരയോടായിട്ട് തന്നെ നമ്മുടെ ഈ ആന്റണി സംസാരിക്കുകയാണ്. ഇപ്പം കണ്ടല്ലോ, എൻ്റെ പിള്ളേർ എങ്ങോട്ട് മുങ്ങിക്കളഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായില്ലേ? നവീൻ ദാസിനെയും കൊണ്ട് അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കാകെ പേടി തോന്നി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ, അയ്യോ ആന്റണി, നവീൻ ദാസ് ഞങ്ങളെ കണ്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും മാറണം, എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി ഒളിച്ചു നിന്നോ
പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വേറൊരു റൂമിലേക്ക് അങ്ങോട്ട് ഒളിച്ച് നിൽക്കുക. അപ്പം നവീൻ ദാസ് വരികയാണ്. നവീൻ ദാസിൻ്റെ കണ്ണൊക്കെ പൂട്ടി കെട്ടി വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നെ വിട്, നിങ്ങളേക്ക് ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ നിന്നെ തട്ടിക്കൊണ്ട് വന്ന് നിന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, എന്നെ വെറുതെ വിട്ടേര്, നിങ്ങൾ എന്തിനെന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? നിന്നെ ഒരു കല്യാണം കഴിപ്പിക്കാനായിട്ട്. എടാ ഓൾറെഡി ഞാൻ 2 കല്യാണം കഴിച്ചതാടാ, പിന്നെ എന്തിനാടാ മണ്ട എന്നെ ഒരു കല്യാണം കൂടി കഴിപ്പിക്കുന്നത് എന്ന് നവീൻ ദാസ് ചോദിക്കുകയാണ്. ഇത് കേട്ട ആൻ്റണിക്ക് തലക്ക് ഭ്രാന്തം പിടിക്കുക. ശ്രുതിയും മീരയും ഒക്കെ കേട്ട് കഴിഞ്ഞ് തലക്ക് കയ്യും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു മണ്ടനാണല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവനെ ആ റൂമിൽ കൊണ്ട് പൂട്ടിയിട്, ഇനി ഇവനോട് കൂടുതൽ സംസാരം വേണ്ട. അങ്ങനെ നവീൻ ദാസിനെ കൊണ്ട് വേറെ റൂമിലേക്ക് പോവുകയാണ്. ആ റൂമിലേക്ക് പൂട്ടിയിടുകയാണ്. അപ്പോൾ മീരയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി വരിക. വന്നപ്പോൾ ഇപ്പം കണ്ടല്ലോ നവീൻ ദാസിനെ ഞങ്ങൾ ഈ റൂമിൽ പൂട്ടിയിട്ടു. അപ്പോൾ മീര ചോദിക്കണം, നവീൻ ദാസിനെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പ്ലാന് എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ്റെ കൈയും കാലൊക്കെ തല്ലി ഓടിക്കണമെന്ന് ശ്രുതിയും മീരയൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിപ്പം നടക്കില്ല. കാരണം അവനെ കണ്ണു പൊത്തിയാണ് ഈ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് സ്ഥലം, ഞങ്ങൾ ആരാണ് എന്നൊന്നും അറിയില്ല. അവനെ 1-2 ദിവസം ഞങ്ങൾ ആ ഇരുട്ട് റൂമിലിടും. അതിനുശേഷം അവൻ പുറത്തിറങ്ങാതെ പറ്റാത്ത അവസ്ഥയാവൂലേ, അങ്ങനെ ഇരുട്ട് റൂമിലിട്ട് അങ്ങനെ അത് നീണ്ട് അങ്ങനെ പോകും. അങ്ങനെ പോയി കഴിയാൻ നേരത്ത് അവന് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതെയാകും. അവനെ ഇഞ്ചിഞ്ചായിട്ട് ഞങ്ങൾ കൊന്ന് കാലെറിയും എന്നൊക്കെ ഇയാൾ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് സന്തോഷം തോന്നിക്കണം. അത് തന്നെ മതി, അവനിനി ഞങ്ങളുടെ മുന്നിൽ വരരുത്, അവനെന്ന് പറഞ്ഞ ഫ്രോഡേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഓക്കെ, ഇനി ആ വീഡിയോസ് ഒന്ന് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേ, ഇപ്പം തന്നെ അയച്ചു തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഫോണിൽ നിന്നായാലും നമ്മുടെ ആൻ്റണിയുടെ ഫോണിലേക്ക് ആ വീഡിയോ എടുക്കാം. അപ്പോൾ ആൻ്റണി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ആ വീഡിയോ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു രംഗമാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൻ്റണിക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം തന്നെയായിരുന്നു. മക്കൾ, നിങ്ങൾ ചെയ്തത് വളരെ ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. ഇതിൽ പരം സന്തോഷം എനിക്കിനി കിട്ടാനില്ല. ഏതായാലും നന്ദിയുണ്ടെന്ന് ഇങ്ങനെ പറയാണ്. ശരി, ഏതായാലും ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലേ, ഇനി അവൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല, നിങ്ങൾ പോയിക്കോ. അങ്ങനെ മീരയും അതേപോലെ തന്നെ ശ്രുതി കൂടെ പോവുക. അങ്ങനെ ശ്രുതി ആണെങ്കിലും ആ ഒരു ഇത് അവസാനിച്ചു. സച്ചിയുടെ കയ്യിൽ നീ ഇത് കിട്ടാനേ പാടില്ല. മീര, നീ ഈ ഫോൺ പിടിച്ചിട്ടെ, എന്നിട്ട് നീ ഏതെങ്കിലും കായലിലേക്ക് വലിച്ചെറിഞ്ഞേക്കുക. കൊള്ളാലോടി, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എൻ്റെ കയ്യിലേക്കാണോ ഫോൺ തരുന്നത്? എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും നീ എൻ്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? അയ്യേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ ഒരു പ്രശ്നം നിൻ്റെ തലയിൽ ഇരിക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മീരെ. ഫോണ് സ്വിച്ച് ഓണാക്കിയാലേ പ്രശ്നമുള്ളൂ, ഓഫാക്കിയിരുന്ന ഒരു പ്രശ്നവുമില്ല. ഇനി അഥവാ സച്ചി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫോണ് സ്വിച്ച് ഓണാക്കിയാലേ പ്രശ്നമുള്ളൂ. നീ നിൻ്റെ കോളേജില്ലേ, ജോലി ചെയ്യുന്ന സ്ഥലം, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു കായലുണ്ടല്ലോ, ആ കായലിലേക്ക് നീ വലിച്ചെറിഞ്ഞാൽ മതി. ശ്രുതി, എനിക്ക് പേടിയാവുന്നു. ശ്രുതി, പേടിക്കണ്ടെന്നേ, ഇതിനൊരു കുഴപ്പമില്ല. അബദ്ധവശാൽ നീ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പോലീസുകാരും നിൻ്റെ വീട്ടിലേക്ക് വരും നിന്നെ തേടിയിട്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ, എടീ ഞാനേ കള്ളം പറയാത്തെ തെറ്റ് ചെയ്യാത്തെ ഒരു സുന്ദരി കുട്ടിയായിരുന്നു, നിൻ്റെ കൂടി എപ്പോൾ കൂടിയോ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അയ്യോ ഒന്ന് പോടി, കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊണ്ട് കയ്യിലേക്ക് കൊടുക്കുക. ഫോൺ കയ്യിൽ കിട്ടിയതും ഈ മീരയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇതെങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ സച്ചി വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും രേവതി ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടാ, ഫോൺ കിട്ടിയോ? ഇല്ല രേവതി, ഫോൺ കിട്ടിയിട്ടില്ല രേവതി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല രേവതി എന്ന് പറയാം. അപ്പോൾ അച്ഛനും വരികയാണ്. എന്താടാ, എടാ ഫോൺ കിട്ടിയോ? എടാ നീ എവിടെയാണ് മറന്നു വെച്ചത്? എൻ്റെ അച്ഛൻ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയൊന്നും എനിക്ക് ഒരു പിടിയില്ല. നീ ലാസ്റ്റ് എന്താടാ ഫോൺ ചെയ്തത്? അത് മീര എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫോൺ മേടിച്ചായിരുന്നു, എന്നിട്ട് അവളെ ഇത് മേടിച്ചു, അത് ഞാൻ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടതാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ കോട്ടിൻ്റെ പോക്കറ്റിൽ അങ്ങനെയാണെങ്കിൽ ഫോൺ കാണണ്ടേ, ഫോൺ എനിക്ക് കിട്ടിയൊന്നും ഇല്ലല്ലോ സച്ചിയേട്ടാ എന്ന് പറയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, നീ ടെൻഷൻ അടിക്കല്ലേ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറയാണ്. അപ്പോഴേക്കും ഈ രവിക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.